എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇന്ന് 1201 ആണ്ട് മകരമാസം 26 തീയതി 9/2/2026 തിങ്കളാഴ്ചയാണ്. ഇന്ന് വളരെ തിരക്കേറിയ ദിവസമാണ്. എല്ലായിടത്തും വളരെ തിരക്കുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് കൊണ്ട് ഓഫീസുകളും സ്കൂളുകളും ഒക്കെ തുടങ്ങുന്നതുകൊണ്ട് വളരെ തിരക്കേറിയ ദിവസമാണ്. വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതാണ്. ഏകദേശം 10 കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അപകട സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില പ്രത്യേക ഭാഗ്യങ്ങൾ വന്നു ചേരുമെങ്കിലും ചില അപകട സാധ്യതകൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. മുട്ടു സംബന്ധമായ അസുഖമുള്ളവർക്കും ബ്ലഡ് പ്രഷർ ഉള്ളവർക്കും ലോ പ്രഷർ ഉള്ളവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അതിന് വളരെയധികം വ്യതിയാനങ്ങൾ വരുന്ന ദിവസമായിരിക്കും. ബന്ധുമിത്രാദികൾ ചിലർക്ക് ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നത് മൂലം ചില മനക്ലേശത്തിനും ധനച്ചെലവിനുമൊക്കെ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള വലിയ ഒരു ആശങ്കയ്ക്കും ഉത്കണ്ഠയ്ക്കും ഒക്കെ വഴിതെളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. കെട്ടിട നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യത കാണുന്നു. വിലക്കയറ്റമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മൂലം ഒക്കെ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം പരിഹാരം ഉണ്ടാകും എന്നുള്ള സമാധാനത്തോടു കൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണ്. നിയമപരമായ ജോലികൾ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്ന് കാണുന്നു. തിരക്ക് മൂലം ചില കാര്യങ്ങൾ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ചില വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കൊക്കെ ഇന്നത്തെ ദിവസം അത്ര തന്നെ അനുകൂലമായിരിക്കില്ല. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കുക. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ചില പ്രയാസങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. ശാരീരികമായ അസുഖങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. അതേപോലെ വാഹനത്തിന് ചില കേടുപാടുകളോ അല്ലെങ്കിൽ വാഹനം മൂലം ചില അപകടങ്ങളോ ഒക്കെ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ചില വാഹനം മറിഞ്ഞ് കാലിൽ വീഴുകയോ അപ്രകാരമുള്ള കാര്യങ്ങൾ, ചെറുതായി വാഹനങ്ങൾ തട്ടുകയോ നടന്നു പോകുമ്പോൾ തട്ടുകയൊക്കെ ചെയ്യാൻ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ തിരിച്ചടി ലഭിക്കുന്ന ദിവസമായിരിക്കും. പ്രതീക്ഷിച്ച കാര്യങ്ങൾക്കൊക്കെ വിപരീതമായ ഫലമാണ് കാണുന്നത്. ആരോഗ്യസ്ഥിതിയിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ. അതുകൂടാതെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ മരുന്നുമായി ഇടപെട്ട് കച്ചവടമൊക്കെ നടത്തുന്നവർക്കൊക്കെ ഇന്ന് നിയമപരമായ ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. വാഹന സംബന്ധമായ കാര്യങ്ങൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉള്ള തീരുമാനം ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ വസ്തു വാങ്ങാനും കൊടുക്കാനും ഉദ്ദേശിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. വിവാഹ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുചിതമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് സാധ്യതയുണ്ട്. ഏറ്റവും അനുചിതമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലം കുറച്ച് ധനനഷ്ടം വരാനും സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മലഞ്ചരക്ക് വ്യാപാരികൾ തുടങ്ങിയവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമാണ്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും കാണുന്നത്. എവിടേക്കെങ്കിലും ജോലിയോ സ്ഥാപനമോ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം വന്നു ചേരുന്നതാണ്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്കും ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെടുന്നത് മൂലം യാത്രകൾക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഉതകുന്ന ദിവസമാണ്. എങ്കിലും സുഹൃത്തുക്കളുടെ പ്രേരണ മൂലമോ സുഹൃത്തുക്കളുമായി കൂടിച്ചേർന്നോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. അതേപോലെ വഴക്ക്, കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
വാഹനമോടിക്കുന്ന യുവാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. ഹെൽമറ്റ് ധരിക്കാതെ പുറകിൽ നിന്ന് സഞ്ചരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നതുകൊണ്ടാണ് അപ്രകാരം പറയുന്നത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇരിക്കേണ്ടത്. വളരെയധികം വിശ്വാസത്തോടു കൂടിയും ഈശ്വരനെ പ്രാർത്ഥിക്കുക. ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് ഇന്നത്തെ ദിവസം കുറച്ച് അനുകൂലമായി കാണുന്നു. എന്നാൽ അതേപോലെ തന്നെയാണ് നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നല്ല ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ശമ്പള വർധനവോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നത് മൂലം വൈകുന്നേരത്തോടു കൂടി മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് ചില കാര്യങ്ങൾ ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും നല്ല ദിവസമായിരിക്കും. ലോഹനിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അധികം അനുകൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്ക്, സ്വകാര്യ ബാങ്കുകൾ നടത്തുന്നവർക്ക്, പണമിടപാടുകൾ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശത്ത് വിദ്യാഭ്യാസാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ത്വക്ക് സംബന്ധിച്ച ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാനോ പൊള്ളലേക്കാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് ഏറ്റവും നിറഞ്ഞ ഒരു സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും അധികം നമുക്ക് ഗുണപ്രദമായി കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്രത്തോളം സൗഭാഗ്യകരമായൊരു ദിവസമായിരിക്കുകയില്ല. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. എന്നാൽ സ്വന്തക്കാരുടെയോ ബന്ധുക്കളുടെയോ സഹകരണം മൂലം അല്ലെങ്കിൽ അകന്നു നിന്ന ബന്ധുക്കളുടെ സഹായഹസ്തം നീണ്ടുവരുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതോർത്ത് ചെറിയ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറ്റവരിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്ക് അവരെ വീണ്ടും കണ്ടുമുട്ടുവാനും ബന്ധുസമാഗമത്തിനുമൊക്കെ സാധ്യതയുണ്ട്. ആശ്വാസകരമായ വാക്കുകൾ കേൾക്കുവാനും സമാധാനിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. ഉണ്ടായിരുന്ന തർക്കങ്ങളും വഴക്കുകളും ഒക്കെ പറഞ്ഞു തീർക്കുവാനും വിവാഹ കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ട അനുഭവങ്ങളല്ല ഉച്ചവരെ ഉണ്ടാകുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഭാഗ്യം ഉണ്ടാകുന്ന അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിൽ നിന്ന് കുറച്ച് പണം ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. കിട്ടാക്കടങ്ങളൊക്കെ വീണ്ടെടുക്കുവാൻ ഉള്ള സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും മാതാപിതാക്കൾക്ക് ഗുരുതരമായ ഏതെങ്കിലും ഒരു ശാരീരികാവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നത് മൂലം മനപ്രയാസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക്, സന്താനങ്ങൾ ലഭ്യതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക്, സന്താനങ്ങൾക്ക് വേണ്ടി ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. പ്രൊമോഷനുകൾ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ പ്രൊമോഷൻ അടുത്ത് സ്വന്തം വീടിനോടടുത്ത് ജോലി സ്ഥലത്ത് ജോലി ലഭിക്കുവാനൊക്കെ സാധ്യത കാണുന്നു. ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. സ്വയം കൃതാനർത്ഥരാശിയാകൊണ്ട് പെട്ടെന്ന് കോപിക്കുകയും അർത്ഥമുറിച്ച് സംസാരിക്കുകയും ചെയ്യുക ഒരു സ്വഭാവമായതുകൊണ്ട് തീർച്ചയായിട്ടും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഏറ്റവും സൂക്ഷ്മതയോടുകൂടി വേണം വാക്കുകൾ ഓരോരുത്തരും ഉപയോഗിക്കുവാൻ. നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ജീവിതത്തെ ഇളക്കി മറിക്കുവാനൊക്കെ പര്യാപ്തമായി തീർന്നേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥന അനിവാര്യമായ ഒരു രാശിയാണ് ഇത്. ധാരാളം സഹകരിക്കാൻ ആൾക്കാർ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ പുതിയ സമ്മാനങ്ങൾ ലഭിക്കുവാനും പങ്കാളിയിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കുവാനും ജോലിസ്ഥലത്ത്
അഭിനന്ദനങ്ങൾ ലഭിക്കുവാനും തൻ്റെ സ്വന്തം തൊഴിലിൽ പൂർണ്ണത കൈവന്നു എന്ന് മനസ്സിന് സമാധാനം ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ വാസസ്ഥലം മോടി പിടിപ്പിക്കുവാനോ ഗൃഹോപകരണങ്ങളോ വാങ്ങിക്കുവാനോ ഒക്കെ സാധ്യത കാണുന്നു. വളരെ വിലപിടിച്ച സമ്മാനങ്ങൾ ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായിട്ടാണ് കാണുന്നത്. എന്നാൽ വിദേശത്തേക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് നിരാശ ഉണ്ടാകുന്ന ദിവസമാണ്. വിദേശത്ത് പഠനത്തിന് ഒരുങ്ങുന്നവർക്കും ഇന്നത്തെ ദിവസം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഉചിതമായ ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. സ്വന്തക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ അനുകൂലമായ സഹകരണം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ്. യാത്ര വളരെ പ്രയോജനപ്രദമാകുന്നതായിട്ട് കാണുന്നു. കെട്ടിടം നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ വസ്തുക്കൾ വാങ്ങുന്നതിനോ കെട്ടിടത്തിന് മിനുക്ക് പണികൾ ചെയ്യുന്നതിനോ ഒക്കെ പ്ലാനിടുന്നവർക്ക് അന്തിമമായ ഗുണകരമായൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ദിവസമായിരിക്കുമെന്ന്. രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കുമെന്ന്. അതേപോലെ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും നിയമോപദേശം തേടുന്നവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഇന്ന് വന്നു ചേരുന്നതാണ്. മാതാപിതാക്കളെ ആചരിക്കുവാനും അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ കിട്ടുന്ന അവസരങ്ങൾ ദുരുപയോഗപ്പെടുത്താതിരിക്കുക. അവരിൽ നിന്നൊക്കെ അനുഗ്രഹം നമ്മുടെ ഓരോ പ്രവൃത്തിക്കും അല്ലെങ്കിൽ ഓരോ ഉന്നമനത്തിനും കാരണഭൂതമായേക്കാം. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ ചില അനുഭവങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്. എപ്പോഴും എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചില വീഴ്ചകൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. ലാഭം കിട്ടിക്കൊണ്ടിരുന്ന ബിസിനസ് പെട്ടെന്നൊന്ന് മങ്ങുന്നതായിട്ട് തോന്നുകയും മനപ്രയാസം ഉണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ പങ്കാളിക്കൊക്കെ ഏറ്റവും വിപരീതമായ അനുഭവങ്ങളുണ്ടെന്നറിഞ്ഞ് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുവാനും അവസരങ്ങൾ നഷ്ടപ്പെടുവാനും സാധ്യത തെളിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൈപ്പിഴവുകൾ പറ്റുവാനോ അല്ലെങ്കിൽ കൃത്യനിഷ്ഠ പാലിക്കാത്തതുകൊണ്ട് വിമർശനങ്ങൾ ഭവിക്കുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഏറ്റവും അധികം ഈശ്വര പ്രാർത്ഥന വേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. പുതിയ പങ്കാളിയെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കമിതാക്കൾക്കും ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. ഇന്ന് വിവാഹാധികാരികൾക്ക് തീരുമാനമുണ്ടാക്കാൻ ഉതകുന്ന ഒരു ദിവസമാണ്. അതേപോലെ കമിതാക്കൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയും അവർക്ക് ദൂരോട്ട് പോവുകയും അവരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇത്. എന്നാൽ ഔദ്യോഗിക കയറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് നിരാശ ഉണ്ടാകുന്ന ദിവസമാണ്. ശമ്പള വർധനവിനെ അപേക്ഷിച്ചിറക്കുന്നവർക്കും നിരാശ ഉണ്ടാകുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര തന്നെ ഗുണകരമായ ദിവസമായിരിക്കില്ല. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ചില നിർഭാഗ്യങ്ങൾ വരുന്ന ഒരു ദിവസമാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്തട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശാവഹമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ്. പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചില സമ്മാനങ്ങൾ ലഭിക്കുകയും ശമ്പള വർധനയും ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും. ഭാവിയിലേക്കുള്ള ചില കാര്യങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളുന്നത് കണ്ട് മനസ്സിന് അഭിമാനം കൊള്ളാവുന്ന ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. വിദേശത്തെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതുപോലെ വിദേശത്ത് വിദ്യാഭ്യാസത്തിന് ഒരുങ്ങുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും. ഏറ്റവും അടുപ്പമുള്ള സഹോദരങ്ങളിൽ ചിലർക്ക് ചില ആപത്തുകൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. മാനസികമായി അതുമൂലം ചില വിഷമതകൾക്ക് സാധ്യത കാണുന്നു. ഉദരസംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വാദസംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്കും അത് വർദ്ധിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമാണ്. എങ്കിലും
ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ബന്ധുക്കളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് അനുഭവിക്കേണ്ടതായി വന്നേക്കാം. കയ്യിനോ കാലിനോ പരിക്കേൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരോ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.